ഹായ്, ഇന്നത്തെ റെസിപ്പി ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന മോമോസാണ്. ഈ ഒരു മോമോസ് ഉണ്ടാക്കാൻ പരത്തൊന്നും വേണ്ട, കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മോമോസാണ് ഇത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മോമോസാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളൊരു ചട്നീൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു 300 ഗ്രാം ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് എടുത്തത്. ഇത് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വേവിച്ച് വെച്ചതാണ്. ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു സവാളൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് കറക്കിയെടുക്കട്ടെ, വല്ലാതെ അങ്ങനെ അരിഞ്ഞു പോകരുത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ ചെറുതായി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ സോയ സോസാണ് ചേർത്ത് കൊടുത്തത്. ഞാനിപ്പം ഡാർക്ക് സോയ സോസ് ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ, ലൈറ്റ് ആണെങ്കിൽ 2 ടീസ്പൂൺ വരെ ആവട്ടെ. ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, സോയ സോസിൽ ഉപ്പുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കൈ വച്ചിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇനി ഇതേപോലെ ഓരോ ബോൾസ് ആക്കി എടുക്കണം. ഇനി ഇതൊന്ന് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള സോസ് റെഡിയാക്കി എടുക്കട്ടെ. 2 തക്കാളി എടുത്തിട്ടുണ്ട്, 3 വറ്റൽമുളകും, 4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. ഇനി തക്കാളിൻ്റെ തൊലിയെല്ലാം ഇങ്ങനെ മാറ്റി കൊടുക്കട്ടെ. എന്നിട്ട് ഒന്ന് ചൂടാറിയിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണേ. പാനിൽ കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഒരു ബേ ലീഫും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ സോയാ സോസാണ്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടോ. കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാനൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കട്ടോ. ഇനി 1 കപ്പ് മൈദ എടുക്കുക. ഇതിലേക്ക് കുറച്ചൊരു ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ. പിന്നെ വേണ്ടത് നല്ല തണുത്ത വെള്ളമാണ്. എന്നിട്ട് ഓരോ ബോൾസും ഇതിലേക്ക് മുക്കിയെടുക്കുക. മുക്കി ഉടനെ തന്നെ എടുക്കണേ, കയ്യിൽ വെച്ചിട്ട് വേണം മുക്കിയെടുക്കാൻ. ഇനി മൈദമാവിലിട്ട് ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കട്ടെ. വീണ്ടും വെള്ളത്തിലിട്ട് ഒന്നും കൂടെ മുക്കിയെടുക്കണം. വീണ്ടും മൈദമാവിൽ കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 4-5 തവണ റിപ്പീറ്റ് ചെയ്യട്ടോ. ഇത് മാവ് പരത്തിയെടുക്കുന്ന അത്രയൊന്നും ബുദ്ധിമുട്ടില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. കുറച്ചൊരു എണ്ണ അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണേ. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വെച്ച് കൊടുക്കട്ടോ. ഇത് ശരിക്കും നമ്മൾ പരത്തുണ്ടാക്കുന്ന അതേ സോഫ്റ്റ്വെയർ കൂടെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ബൈ.